Next, we shall discuss about CGST Rule 11. CGST Rule 8, 9, 10, 11. So, the CGST Rule 11 is regarding separate registration for multiple places of business within a state or union territory. The separate registration for multiple places of business within a state or union territory. ഒരു സ്റ്റേറ്റിലോ യൂണിയൻ ടെറിട്ടറിക്കോ ഉള്ളിൽ പല യൂണിറ്റുകൾ ഒരാൾക്ക് തന്നെ ഉണ്ടെങ്കിൽ, പല ബിസിനസ് യൂണിറ്റുകൾ ഒരാളുടെ ഉടമസ്ഥയിൽ ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കണമോ, അങ്ങനെ വ്യത്യസ്തമായ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുമോ? ഇനി അങ്ങനെ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്താണ്? ഇതാണ് റൂൾ 11ൽ പറഞ്ഞിരിക്കുന്നത്. റൂൾ 11ൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അതിൻ്റെ സബ് റൂൾ 1, എനി പേഴ്സൺ ഹാവിങ് മൾട്ടിപ്പിൾ പ്ലേസ് ഓഫ് ബിസിനസ് വിതിൻ എ സ്റ്റേറ്റ്. ഇപ്പോൾ മൾട്ടിപ്പിൾ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട് ഒരു വ്യക്തിക്ക്, പല ബിസിനസ്, പല സ്ഥാപനങ്ങളുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് പല സ്ഥാപനങ്ങളുണ്ട്. വിതിൻ എ സ്റ്റേറ്റ് ഓർ എ യൂണിയൻ ടെറിട്ടറി, ഒരു സംസ്ഥാനത്തോ യൂണിയൻ ടെറിട്ടറിക്ക് ഉള്ളിലോ പല സ്ഥലങ്ങളിൽ ബിസിനസ് ഉള്ള ഒരു വ്യക്തി, റിക്വയറിങ് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫോർ എനി സച്ച് പ്ലേസ് ഓഫ് ബിസിനസ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്താ സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ആവശ്യമാണെന്ന് തോന്നിയാൽ, ആവശ്യപ്പെടുകയാണ് എങ്കിൽ ഷാൽ ബി ഗ്രാൻഡഡ് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ കൊടുക്കണമെന്നാണ് CGST റൂൾ 11ൽ സബ് റൂൾ 1 പറയുന്നത്. ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് പ്ലേസ് ഓഫ് ബിസിനസ് സബ്ജക്ട് ടു ദി ഫോളോയിങ് കണ്ടീഷൻസ്. അപ്പോൾ അതിനെന്താ, രജിസ്ട്രേഷൻ കൊടുക്കാം, പക്ഷേ കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്. സബ്ജക്ട് ടു ദി കണ്ടീഷൻസ് മെൻഷൻ ബിലോ. അതിൽ എ, സച്ച് പേഴ്സൺ ഹാസ് മോർ ദാൻ വൺ പ്ലേസ് ഓഫ് ബിസിനസ്. ആ വ്യക്തിക്ക് ഒന്നിലധികം പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടായിരിക്കണം. ദെൻ ബി, സച്ച് പേഴ്സൺ ഷാൽ നോട്ട് പേ ടാക്സ് അണ്ടർ സെക്ഷൻ 10. സെക്ഷൻ 10ൽ എന്താ പറയുന്നത്? കോമ്പോസിറ്റ് ലെവി ഓഫ് ടാക്സ് ആണ്. ഒരു നിശ്ചിത ശതമാനം, ടേൺ ഓവറിൻ്റെ 1% അല്ലെങ്കിൽ 2% കൊടുക്കുന്നു. കോമ്പോസിറ്റ് ടാക്സ് ആണ്. ഇപ്പോൾ കോമ്പോസിറ്റ് ലെവിയാണ് ഇയാൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒന്നിലധികം രജിസ്ട്രേഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി ഇല്ല. സച്ച് പേഴ്സൺ ഷാൽ നോട്ട് പേ ടാക്സ് അണ്ടർ സെക്ഷൻ 10 composite tax for any of his place of business if he is paying tax under section 9 for any other place of business. അപ്പോൾ സെക്ഷൻ 9ൽ ടാക്സ് കൊടുക്കുന്ന ഒരാൾ സെക്ഷൻ 10ൽ ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇത് ആപ്ലിക്കേഷൻ കിട്ടില്ല, രജിസ്ട്രേഷൻ കിട്ടില്ല. ദെൻ എന്ന് പറഞ്ഞാൽ എന്താ, കോമ്പോസിറ്റ് ലെവി അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കൻറ്റിന് അല്ലെങ്കിൽ ഒരു ഡീലറിന് ഒന്നിലധികം സ്ഥലങ്ങളിൽ രജിസ്ട്രേഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ടാകുന്നില്ല. ദെൻ സി, ഓൾ സെപ്പറേറ്റ്ലി രജിസ്റ്റേർഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് സച്ച് പേഴ്സൺ ഷാൽ പേ ടാക്സ് അണ്ടർ ദി ആക്ട് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് സർവീസസ് ഓർ ബോത്ത് മെയ്ഡ് ടു അനദർ രജിസ്റ്റേർഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് സച്ച് പേഴ്സൺ ആൻഡ് ഇഷ്യൂ എ ടാക്സ് ഇൻവോയ്സ്. ഇങ്ങനെ 2 രജിസ്റ്റേർഡ് പ്ലേസ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ 2 രജിസ്റ്റേർഡ് പ്ലേസ് ഉള്ള ഒരു വ്യക്തിയുടെ ഒരു രജിസ്റ്റേർഡ് പ്ലേസിൽ നിന്നും അടുത്ത രജിസ്റ്റേർഡ് പ്ലേസിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ GST ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഓണർഷിപ്പ് ഒന്ന് തന്നെയാണെങ്കിലും, ഒരു വ്യക്തിയുടെ ഉടമസ്ഥയിൽ തന്നെയുള്ള സ്ഥാപനങ്ങളാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് 2 രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ GST ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. Person and issue a tax invoice or bill of supply as the case may be for such supply. ബിൽ ഓഫ് സപ്ലൈയോ ടാക്സ് ഇൻവോയ്സോ ഇഷ്യൂ ചെയ്തിരിക്കണം, ഒരേ വ്യക്തിയുടെ ഉടമസ്ഥയിൽ തന്നെയുള്ള 2 സ്ഥാപനങ്ങളാണെങ്കിൽ പോലും. ദെൻ ഇത് സബ് റൂൾ 1ന്റെ സബ് റൂൾസ് ആണ്. ദെൻ സബ് റൂൾ 2, എ രജിസ്റ്റേർഡ് പേഴ്സൺ opting to obtain separate registration for a place of business shall submit a separate application in form GST registration 01 in respect of such place of business. അപ്പം ഓരോ പ്ലേസ് ഓഫ് ബിസിനസ്സിനും സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. ഏത് ഫോർമാറ്റിലാണ് കൊടുക്കുന്നത്? GST രജിസ്ട്രേഷൻ 01 ഫോർമാറ്റിൽ ഓരോ സെപ്പറേറ്റ് പ്ലേസ് ഓഫ് ബിസിനസ്സിനും സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. ദെൻ ഇത്രയും കാര്യങ്ങൾ എന്താണത് CGST റൂൾ 11ൽ പറഞ്ഞിരിക്കുന്നതാണ്. CGST റൂൾ 11ൽ പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്പിൾ പ്ലേസ് ഓഫ് ബിസിനസ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിക്കുള്ളിൽ
മൾട്ടിപ്പിൾ പ്ലേസ് ഓഫ് ബിസിനസ് ഉള്ള ഒരു വ്യക്തിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പ്ലേസ് ഓഫ് ബിസിനസ്സിലും രജിസ്ട്രേഷൻ എടുക്കാമോ? അങ്ങനെ രജിസ്ട്രേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, എന്തൊക്കെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ പ്ലേസ് ഓഫ് ബിസിനസ്സിനും സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കാം. ഇത് GST റൂൾ 11 പറഞ്ഞിരിക്കുന്നതാണ്. Then next, GST rule 12, registration of persons required to deduct TDS and TCS. TDS in the tax deduction at source, then TCS collected at source. TDS ഉം TCS ഉം അപ്പം അതിന് ബാധ്യതയുള്ള ആളുകൾ, TDS ആൻഡ് TCS ബാധ്യതയുള്ള വ്യക്തികൾ, അപ്പം അവരുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്താണ്? ഇത് പറഞ്ഞിരിക്കുന്ന CGST റൂൾ 12 CGST rule 12 deals with registration of persons required to deduct TDS or TCS. But TDS in the tax deduction at source, tax collection at source. Will subrule 1, CGST rule 12 in subrule 1 any person required to deduct tax in accordance with the provisions of section 51. Section 51 പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? അത് TDSുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സെക്ഷൻ 51. സെക്ഷൻ 51 പ്രകാരം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളോ ലോക്കൽ ബോഡീസോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസികളോ ഒക്കെ സപ്ലൈ നടത്തുകയാണെങ്കിൽ ആ സപ്ലൈയുടെ എമൗണ്ട് ഒരു നിശ്ചിത എമൗണ്ടിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇവർ സപ്ലൈ സ്വീകരിക്കുമ്പോഴാണ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളോ ലോക്കൽ ബോഡീസോ ഗവൺമെന്റ് ഏജൻസികളോ സപ്ലൈ സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ സ്വീകരിക്കുന്ന സപ്ലൈയുടെ എമൗണ്ട് ഒരു നിശ്ചിത എമൗണ്ടിൽ കൂടിക്കഴിഞ്ഞാൽ അവർക്കെന്താ ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സിന്റെ ഒരു ലയബിലിറ്റി ഉണ്ടാകുന്നുണ്ട്. അതാണ് സെക്ഷൻ 51 പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഇസ് ആപ്ലിക്കബിൾ ടു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ദെൻ ലോക്കൽ ബോഡീസ് ആൻഡ് ഗവൺമെന്റ് ഏജൻസീസ്. ഇവരൊക്കെ എന്താ 2% ടാക്സ് കളക്ട് ചെയ്യണം. TCS 2% ടാക്സ് കുറച്ചിട്ട് ബാക്കി എമൗണ്ടിന്റെ പേയ്മെന്റ് കൊടുത്താൽ മതി ആസ് പെർ സെക്ഷൻ 51. Then again, or a person required to collect tax at source in accordance with the provisions of section 52. 52 പറയുന്നത് എന്താണ്? ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ് ആണ്. അപ്പൊ അതെന്താ? പ്രധാനമായിട്ടും ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിൻ്റെതാണ് 52 ആപ്ലിക്കബിൾ ആകുന്ന ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഓണേഴ്സിനെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ അവരെന്താ ടാക്സ് കളക്ട് ചെയ്യണം, നിശ്ചിത ശതമാനം ടാക്സ് കളക്ട് ചെയ്യണം. ഇപ്പം TCSും TDSും TCSും ഇപ്പം TDS സെക്ഷൻ 51 TCS സെക്ഷൻ 52 പറയുന്നുണ്ട് ബാധ്യത ആർക്കൊക്കെയാണുള്ളത്. ദെൻ ഇലക്ട്രോണിക്കലി സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ. ഇങ്ങനെ ഈ ഡിപ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സോ ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ചെയ്യണം. ഡ്യൂലി സൈൻഡ് ഓർ വെരിഫൈഡ് ത്രൂ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ഇൻ സ്പെസിഫിക് ഫോം ഫോർ ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ ത്രൂ ദി കോമൺ പോർട്ടൽ. ഇതെന്താ? കോമൺ പോർട്ടലിൽ രജിസ്ട്രേഷൻ കൊടുത്താൽ മതി. കോമൺ പോർട്ടലാണ്. അപ്പോൾ CGSTയുടെ കോമൺ പോർട്ടലിലാണ് ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ പോർട്ടലിൽ സബ്മിറ്റ് ചെയ്യുക. കോമൺ പോർട്ടലിൽ ഓരോന്നിനും പ്രത്യേകം ഫോം പറഞ്ഞിട്ടുണ്ട്. ആ ഫോം സബ്മിറ്റ് ചെയ്യുക. Then CGST rule 12 subrule 2, the proper officer may grant registration after due verification. അപ്പം പ്രോപ്പർ ഓഫീസർ എന്താ? കൃത്യമായ വെരിഫിക്കേഷന് ശേഷം രജിസ്ട്രേഷൻ ഗ്രാന്റ് ചെയ്യും. ആൻഡ് ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇൻ സ്പെസിഫിക് ഫോം വിത്തിൻ എ പീരീഡ് ഓഫ് 3 വർക്കിംഗ് ഡേയ്സ്. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താ? 3 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ്. റൂൾ 8 പ്രകാരം ആപ്ലിക്കേഷൻ കൊടുത്താലും വിതിൻ 3 വർക്കിംഗ് ഡേയ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇങ്ങനെ റൂൾ 8 പ്രകാരം ഒരു ആപ്ലിക്കേഷൻ കിട്ടി, അതിന് പ്രോപ്പർ ഓഫീസർ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ക്ലാരിഫിക്കേഷൻ നോട്ടീസ് കിട്ടി 7 ദിവസത്തിനകം ആപ്ലിക്കന്റ് ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. അങ്ങനെ ക്ലാരിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ if the proper officer is fully satisfied with the application and other proceedings or other procedures and documents submitted, then he can grant registration again within 7 working days. ഇവിടെ
TCSും TDSും ഒക്കെ ആപ്ലിക്കബിൾ ആകുന്ന ആപ്ലിക്കൻസ് ആണെങ്കിൽ ഇലക്ട്രോണിക്കലി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വിതിൻ 3 വർക്കിംഗ് ഡേയ്സ് രജിസ്ട്രേഷൻ ഷാൽ ബി ഗ്രാൻഡഡ്. 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യണമെന്ന CGST റൂൾ 12ന്റെ സബ് റൂൾ 2 പറയുന്നത്. Then sub rule 3, whereupon an inquiry or pursuant to any other proceedings under the act. ഇനി ഈ ആക്ട് പ്രകാരം എന്തെങ്കിലും എൻക്വയറി നടത്തുന്നുണ്ടെങ്കിൽ the proper officer is satisfied that the person to whom a certificate of registration is specified form has been issued is no longer liable to deduct tax at source. ഇനി ഒരു എൻക്വയറിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആക്ടിന്റെ ഭാഗമായിട്ടോ പ്രോപ്പർ ഓഫീസർ കണ്ടെത്തുകയാണ് ഇങ്ങനൊരു താൽക്കാലികമായിട്ടല്ല ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന വ്യക്തി, എന്താ ഒരു TCSO TDSO സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഈസ് നോ ലോങ്ങർ ലയബിൾ ടു ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ് ഓർ കളക്ട് ടാക്സ് അറ്റ് സോഴ്സ്. ദി സബ് ഓഫീസർ മേ ക്യാൻസൽ ദി രജിസ്ട്രേഷൻ. പ്രോപ്പർ ഓഫീസർക്ക് തോന്നുകയാണ് ഈ കൺസേൺ പേഴ്സണ് കളക്ഷൻ ഓഫ് ടാക്സ് അല്ലെങ്കിൽ ഡിഡക്ഷൻ ഓഫ് ടാക്സിനുള്ള ലയബിലിറ്റി ഇല്ല, ബാധ്യത ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രോപ്പർ ഓഫീസർ ക്യാൻ ക്യാൻസൽ. ആ പ്രോപ്പർ ഓഫീസർ അത് ക്യാൻസൽ ചെയ്യാം. ആൻഡ് സച്ച് ക്യാൻസലേഷൻ ഷാൽ ബി കമ്മ്യൂണിക്കേറ്റ് വിത്ത് സച്ച് പേഴ്സൺ ഇലക്ട്രോണിക്കലി. ഇവിടെ എല്ലാം എന്താ ഇലക്ട്രോണിക്കലി ക്യാൻസലേഷന്റെ കാര്യം അറിയിച്ചാൽ മതി. ഒരിക്കൽ TCSനോ TDSനോ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു, പിന്നീട് എപ്പോഴെങ്കിലും പ്രോപ്പർ ഓഫീസർക്ക് ബോധ്യപ്പെടുകയാണ് ഈ കൺസേൺ പേഴ്സണ് ഇതിൻ്റെ ബാധ്യതയില്ല, അയാളുടെ ബാധ്യത ഇല്ലാതായി എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എൻക്വയറിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ടോ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർ മേ ക്യാൻസൽ സച്ച് രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. ദെൻ ഇങ്ങനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ആ വിവരം ഇലക്ട്രോണിക്കലി കൺസേൺ പേഴ്സണെ അറിയിച്ചിരിക്കണം. ദെൻ പ്രൊവൈഡഡ് ദാറ്റ് ദി പ്രോപ്പർ ഓഫീസർ ഷാൽ ഫോളോ ദി പ്രൊസീജിയർ ആസ് പ്രൊവൈഡഡ് ഇൻ റൂൾ 22 ഫോർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. നമ്മൾ റൂൾ 22 ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരു രജിസ്ട്രേഷന്റെ ക്യാൻസലിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും CGST റൂൾ 22ൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. വി ഷാൽ ഡിസ്കസ് ദാറ്റ് ലേറ്റർ. നമ്മളത് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഈസ് CGST റൂൾ 14, ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ ടു എ പേഴ്സൺ സപ്ലൈയിങ് ഓൺലൈൻ ഇൻഫർമേഷൻ. എന്തെങ്കിലും ഓൺലൈൻ ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യുന്ന വ്യക്തികളുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് CGST റൂൾ 14ലാണ്. ആൻഡ് ഡേറ്റാബേസ് ആക്സസ് ഫോർ റിട്രൈവൽ സർവീസസ് ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ടു എ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻറ്റ്. ഇത് റൂൾ CGST റൂൾ 14ലാണ് പറഞ്ഞിരിക്കുന്നത്. CGST റൂൾ 14ന്റെ സബ് റൂൾ 1 എന്താണെന്ന് നോക്കാം. സബ് റൂൾ 1, എനി പേഴ്സൺ സപ്ലൈയിങ് ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റാബേസ് ആക്സസ് ഓർ റിട്രൈവൽ സർവീസസ് ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ടു എ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻറ്റ്. ഇന്ത്യക്ക് വെളിയിൽ നിന്നുമാണ് സച്ച് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഒരു നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയന്റിനാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഷാൽ ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. അങ്ങനെ സപ്ലൈ ചെയ്യുന്ന സപ്ലയർക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രോണിക്കലി രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ഓൺലൈൻ സപ്ലയേഴ്സും സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ത്രൂ ഓൺലൈൻ ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ചെയ്യണം. Duly signed or verified through electronic verification code in specific form at the common portal, either directly or through a facilitation center notified by the commissioner. ഈ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ആപ്ലിക്കന്റിന് നേരിട്ടോ അല്ലെങ്കിൽ GST കമ്മീഷണർ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഫെസിലിറ്റേറ്റർ മുഖാന്തരമോ സബ്മിറ്റ് ചെയ്യാം. റൂൾ 14ലെ സബ് റൂൾ 1 ആ പറയുന്നത്. ദെൻ സബ് റൂൾ 2 എന്താ? ദി ആപ്ലിക്കന്റ് ഷാൽ ബി ഗ്രാൻഡഡ് രജിസ്ട്രേഷൻ. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ദി ആപ്ലിക്കന്റ് ഷാൽ ബി ഗ്രാൻഡഡ് രജിസ്ട്രേഷൻ ഇൻ സ്പെസിഫിക് ഫോം സബ്ജക്ട് ടു സച്ച് കണ്ടീഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ആൻഡ് ബൈ സച്ച് ഓഫീസർ ആസ് മേ ബി നോട്ടിഫൈഡ് ദി സെൻട്രൽ ഗവൺമെന്റ് ഓൺ ദി റെക്കമെൻഡേഷൻസ് ഓഫ് ദി കൗൺസിൽ. കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാം. ഇത് റൂൾ 14ലെ സബ് റൂൾ 2 ആണ്. ദെൻ
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താ പ്രധാനമായിട്ടും രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ്റെ ഒരു രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് സെക്ഷൻ 25 ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അതിന് പുറമെ അനുബന്ധമായിട്ടുള്ളതിൻ്റെ റൂൾസ് മുഴുവൻ 8 to 14 CGST റൂൾ 8 തൊട്ട് 14 വരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രൊസീഡിങ്സ് എന്തൊക്കെയാണ്, ഓരോ തരത്തിലുള്ള ഡീലേഴ്സിനും അല്ലെങ്കിൽ ആപ്ലിക്കൻസും ഏതൊക്കെ ഫോമിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം, വേരിഫിക്കേഷൻ പ്രൊസീഡിങ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിൽ ക്യാൻസലേഷൻ സാധ്യമായിട്ട് വരും. ഇനി ക്യാൻസലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട്. അത് അടുത്ത റൂൾ 22 വരും. ദെൻ നെക്സ്റ്റ് GST ഐഡന്റിഫിക്കേഷൻ നമ്പർ ഓർ GSTIN. നമ്മൾ വാറ്റിൻ്റെ കീഴിൽ TIN എന്താ, ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ടിൻ എന്നാ പറഞ്ഞിരുന്നത്. നമ്മൾ GSTIN അല്ലെങ്കിൽ GSTIN പറയാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു 15 ഡിജിറ്റ് നമ്പർ ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഇപ്പോൾ രജിസ്ട്രേഷൻ നടത്തി കഴിയുമ്പോൾ ഈ GST ഐഡന്റിഫിക്കേഷൻ നമ്പർ കിട്ടും. ഈ GST ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് കോമൺ പോർട്ടലിലൂടെ ടാക്സിന്റെ പേയ്മെന്റ് സാധ്യമാവുകയുള്ളൂ. സോ GST ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന വാറ്റിന്റെ കീഴിൽ ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് ഉണ്ടായിരുന്നത്. ടിൻ ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് ഉണ്ടായിരുന്നത്. ഇനി സിമിലർലി ഇപ്പം ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ പോലെ സിമിലർലി സർവീസ് പ്രൊവൈഡേഴ്സിന് എന്താ കൊടുത്തിരുന്നത്, സർവീസ് പ്രൊവൈഡേഴ്സിന് ഒരു സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിരുന്നു. GST നിലവിൽ വരുന്നതിന് മുമ്പ് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ടിൻ നമ്പറും സർവീസ് സപ്ലൈസിന് സർവീസ് രജിസ്ട്രേഷൻ നമ്പറും കൊടുത്തിരുന്നു. GST നിലവിൽ വന്നതോടുകൂടി ബോത്ത് ഫോർ ദി സപ്ലൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഒരൊറ്റ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് GST ഐഡന്റിഫിക്കേഷൻ നമ്പർ. ദെൻ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗോയിങ് ഫോർവേഡ് ഇൻ ദി ന്യൂ GST regime, all registered taxpayers will get consolidated into one single platform. എല്ലാ ടാക്സ് പേയേഴ്സും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് അവരെ കൺസോളിഡേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒറ്റ പ്ലാറ്റ്ഫോമിലാണ് കണക്കാക്കുന്നത്. കൺസോളിഡേറ്റ് ഇൻ ടു വൺ സിംഗിൾ പ്ലാറ്റ്ഫോം ഫോർ കംപ്ലയൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പർപ്പസ് ആൻഡ് വിൽ ബി അസൈൻ രജിസ്ട്രേഷൻ അണ്ടർ സിംഗിൾ അതോറിറ്റി. അപ്പം സപ്ലൈ ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ഒരൊറ്റ അതോറിറ്റിക്ക് കീഴിൽ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൺസോളിഡേറ്റ് ചെയ്ത് ഒരൊറ്റ രജിസ്ട്രേഷനും ഐഡന്റിഫിക്കേഷൻ നമ്പറുമാണ് കൊടുക്കുന്നത്. ദെൻ പർപ്പസ് ആൻഡ് വിൽ ബി അസൈൻ രജിസ്ട്രേഷൻ നമ്പർ ആൻഡ് സിംഗിൾ അതോറിറ്റി. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് 8 million ടാക്സ് പേയേഴ്സ്, ഈ GST നിലവിൽ വന്നപ്പോൾ 2017 8 million ടാക്സ് പേയേഴ്സ് ആണ് ഗുഡ്സിന്റെയും സർവീസിന്റെയും ഒക്കെ ടാക്സ് പേ ചെയ്യുന്നവരായിട്ടുണ്ടായിരുന്ന 8 million ആണ്. അപ്പം അതുപോലെ തന്നെ അതിന്റെ രജിസ്ട്രേഷനും അതിന്റെ ത്രഷോൾഡ് ലിമിറ്റും ഒക്കെ വെച്ച് ഇവർ കണക്ക് കൂട്ടി നോക്കി കഴിഞ്ഞപ്പോൾ 8 million ടാക്സ് പേയേഴ്സിന് എന്താണ് വിൽ ബി മൈഗ്രേറ്റഡ് ഫ്രം വേരിയസ് പ്ലാറ്റ്ഫോംസ് ഇൻ ടു GST. അപ്പം GST നിലവിൽ വരുന്നതിന് മുമ്പ് മറ്റ് പല പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് പേയ്മെന്റ് ഓഫ് ടാക്സ് നടത്തിയിരുന്ന ആളുകൾ എല്ലാവരും കൂടി ഒരൊറ്റ സിംഗിൾ പ്ലാറ്റ്ഫോമിലേക്ക് വരും, GST പ്ലാറ്റ്ഫോമിലേക്ക് വരും. ഇങ്ങനെ വരുന്ന എല്ലാവർക്കും ഒരു GST ഐഡന്റിഫിക്കേഷൻ നമ്പർ കിട്ടും. So all of these businesses will be assigned a unique goods and service tax identification number. അതാണ് GST identification number, GSTIN or GSTIN. Verification of GSTIN can be done on the GST portal. GST identification number can be verified using the GST portal. അതെന്താ, ഗുഡ്സിന്റെയും സർവീസിന്റെയും മറ്റേത് വിധത്തിലുള്ള സപ്ലൈ ആണെങ്കിലും എല്ലാവരെയും ഒരു കോമൺ പോർട്ടലിന്റെ കീഴിൽ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു. അവർക്കെല്ലാം ഒരു GST ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുക്കും. ഇതാണ് GSTIN, GST ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഇത് GST നിലവിൽ വന്നതോടുകൂടിയാണ് GST ഐഡന്റിഫിക്കേഷൻ നമ്പർ വന്നിരുന്നത്. GST നിലവിൽ വരുന്ന മുമ്പ് എന്തായിരുന്നു, ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരുന്നു വാറ്റിന്റെ കീഴിൽ. സർവീസ് രജിസ്ട്രേഷൻ നമ്പറാണ് ഉണ്ടായിരുന്നത്.
ഇതൊക്കെ മാറി ഇപ്പം എന്താ, സർവീസ് ആണെങ്കിലും സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിലും അവർക്കെല്ലാം GST ഐഡന്റിഫിക്കേഷൻ നമ്പറാണ് കൊടുക്കുന്നത്. ദെൻ നമുക്ക് ഇനി ആ സ്ട്രക്ചർ ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഒരു സ്ട്രക്ചർ ഏകദേശം നോക്കിയതാണ്. നമ്മളിതിന്റെ മുമ്പിൽ എന്താ റൂൾ CGST റൂൾ 10 ഇഷ്യൂ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ അകത്ത് നമ്മൾ അതിനെക്കുറിച്ച് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതൊന്നുകൂടി ഒന്ന് നോക്കുകയാണ്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് GST ഐഡന്റിഫിക്കേഷൻ നമ്പർ ഒരു 15 ഡിജിറ്റ് നമ്പർ, അതിന്റെ സ്ട്രക്ചർ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ 15 ഡിജിറ്റ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈച്ച് ടാക്സ് പെയർ ഈസ് അസൈൻഡ് എ സ്റ്റേറ്റ് വൈസ് പാൻ ബേസ്, അതായത് GSTIN or GSTIN ഈസ് പാൻ ബേസ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ. നമ്മുടെ പാൻ കാർഡിൽ വരുന്ന ആ പെർമനന്റ് അക്കൗണ്ട് നമ്പറെ ബേസ് ചെയ്താണ് GST ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇഷ്യൂ ചെയ്യുന്നത്. So each taxpayer is assigned a state-wise PAN-based 15 digit goods and service taxpayer identification number GSTIN അല്ലെങ്കിൽ goods and services tax identification number, നമ്മൾ ആ ഷോർട്ട് ഫോമിലാ പറയുന്ന GSTIN. Then here is a format breakdown of, നമ്മളതിൻ്റെ ഒരു ഫോർമാറ്റ് ബ്രേക്ക് ഡൗൺ നോക്കിക്കഴിഞ്ഞാൽ എന്ത് വരുമെന്നും ശ്രദ്ധിക്കാം. ആദ്യത്തെ 2 ഡിജിറ്റുകൾ, the first 2 digits represent the state code. അപ്പം ആദ്യത്തെ 2 ഡിജിറ്റുകൾ സ്റ്റേറ്റ് കോഡാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ആസ് പെർ ദി ഇന്ത്യൻ സെൻസസ് 2011. ഇപ്പൊ 2011 ഇന്ത്യൻ സെൻസസ് പ്രകാരം ഓരോ സംസ്ഥാനത്തിനും സ്റ്റേറ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റേറ്റ് കോഡ് ആയിരിക്കും GSTIN ആദ്യത്തെ 2 ഡിജിറ്റ് ആയിട്ട് വരുന്നത്. നമുക്കിപ്പം കേരളയുടെ സ്റ്റേറ്റ് കോഡ് 22 ആണ്. ഇപ്പം കേരളയിലുള്ള ഒരു ഡീലറിനാണ് GSTIN അലോട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആദ്യത്തെ നമ്പർ എന്തായിരിക്കും? 22. ഇനി ഇത് ഡൽഹി ആണെങ്കിൽ വരുന്നത് എന്താണ്? 07. ഡൽഹിയുടെ സ്റ്റേറ്റ് കോഡ് 07 ആണ്. അപ്പം ആദ്യത്തെ 2 അത് സ്റ്റേറ്റ് കോഡോ യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ യൂണിയൻ ടെറിട്ടറിയുടെ കോഡോ ആയിരിക്കും വരുന്നത്. ദെൻ അടുത്ത ദി നെക്സ്റ്റ് 10 ഡിജിറ്റ്സ്, അടുത്ത 10 ഡിജിറ്റുകൾ എന്തായിരിക്കും എന്ന് പറയുന്നത്? ദി നെക്സ്റ്റ് 10 ഡിജിറ്റ്സ് വിൽ ബി പാൻ നമ്പർ ഓഫ് ദി ടാക്സ് പെയർ. നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ പാൻ നമ്പർ വാലിഡേറ്റ് ചെയ്യണമെന്നുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്താണ്? ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഫോമിൽ പാർട്ട് എയിൽ നമ്മളെന്താ, നമ്മുടെ പാൻ നമ്പറും മൊബൈൽ നമ്പറും അതുപോലെ ഇമെയിൽ അഡ്രസ്സും വാലിഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇതെന്താണ്? GSTIN ഈസ് പാൻ ബേസ്ഡ് ആണ്. അപ്പോൾ പാൻ നമ്പർ ആയിരിക്കും രണ്ടാമത്തെ 10 ഡിജിറ്റ്സ്. ഫസ്റ്റ് 2 ഡിജിറ്റ്സ് ആർ സ്റ്റേറ്റ് കോഡ്, ദി നെക്സ്റ്റ് 10 ഡിജിറ്റ്സ് ആർ എന്താണ്? പാൻ നമ്പർ, ആപ്ലിക്കന്റിന്റെ പാൻ നമ്പർ. ദെൻ the 30th digit will be assigned based on the number of registration within a state. ഒരു സംസ്ഥാനത്തിനുള്ളിൽ എത്ര രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് അതിനനുസരിച്ചാണ്. ഒരു സംസ്ഥാനത്തിനുള്ളിൽ 3 രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ആ 3 നമ്പർ വരും അവിടെ, ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് രജിസ്ട്രേഷൻ വിത്തിൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ദെൻ ദി 14th digit will be Z by default. ഇതെല്ലാത്തിനും കോമൺ ആണ് 14th digit Z by default. Then the last digit will be for check code. ചെക്ക് കോഡ് ആയിട്ടാണ് 15ാമത്തെ ഡിജിറ്റ് പറയുന്നത്. ഇത് ഒരു ആൽഫബറ്റോ അല്ലെങ്കിൽ നമ്പറോ ആകാം. The 15th digit can be either an alphabet or a number. ഇതാണ് നമ്മൾ എന്താ ഒരു GST ഐഡന്റിഫിക്കേഷൻ നമ്പറിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ഡിജിറ്റ് എന്താണ്? സ്റ്റേറ്റ് കോഡാണ്. കേരളത്തിന്റെ സ്റ്റേറ്റ് കോഡ് 22 ആണ്. അടുത്ത 10 ഡിജിറ്റുകൾ, ദി നെക്സ്റ്റ് 10 ഡിജിറ്റ്സ് denotes the permanent account number of the taxpayer or applicant. But 10 plus 2 12. Then 13th digit എന്താ പറഞ്ഞിരിക്കുന്നത്? The 13th digit will be regarding the number of registration within a state. ഒരു സ്റ്റേറ്റിനുള്ളിൽ എത്ര രജിസ്ട്രേഷൻ ഉണ്ട് അതാണ് 13ാമത്തേത്. 14ാമത്തെ 14th digit that is common for all GSTIN അല്ലെങ്കിൽ അതെന്താണ്? Z by default. 15th വരുന്നത് ചെക്ക് കോഡാണ്. ഈ ചെക്ക് കോഡ് ഒരു ആൽഫബറ്റോ നമ്പറോ ആകാം. ഇതാണ് ഒരു
GST identification number structure. Then application for GST identification number. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം, ആ കാര്യങ്ങളൊക്കെയാണ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് GST രജിസ്ട്രേഷൻ. അപ്പം GST ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് GST രജിസ്ട്രേഷൻ. ഇത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ പാർട്ടായിട്ട് കിട്ടുന്നതാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് GST രജിസ്ട്രേഷൻ പ്രോസസ്. Once the application is approved by the GST officer, once the application is approved by the proper GST officer, a unique GSTIN is allocated to the dealer. Registration approved ചെയ്തു കഴിഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഓരോ ആപ്ലിക്കന്റിനും വ്യത്യസ്തമായ യുണീക്ക് ആയിരിക്കുന്ന ഒരു നമ്പർ അലോട്ട് ചെയ്ത് കിട്ടും. There are two ways to register for GST. നമുക്ക് GST രണ്ട് രീതിയിൽ രജിസ്റ്റർ ചെയ്യാം. വയാ GST ഓൺലൈൻ പോർട്ടൽ. ഒന്നെന്താ, ഓൺലൈൻ പോർട്ടൽ ഉപയോഗിച്ച് GST ഓൺലൈൻ പോർട്ടൽ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ വയാ GST സേവാ കേന്ദ്ര സെറ്റപ്പ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഒരു ഫെസിലിറ്റേഷൻ സെന്റർ അപ്രൂവ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് നോട്ടിഫൈഡ് ബൈ ദി കമ്മീഷണർ. അപ്പം ആപ്ലിക്കന്റിന് നേരിട്ട് GST പോർട്ടൽ മുഖാന്തരമോ അല്ലെങ്കിൽ GST സേവാ കേന്ദ്രങ്ങൾ മുഖാന്തരമോ ഒരു സേവാ കേന്ദ്രയുടെ സർവീസ് ഉപയോഗിച്ച് വേണമെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാം. Then GST identification number is a tax registration number under GST. GST is a tax registration number. ടാക്സിന്റെ പേയ്മെന്റിന് വേണ്ടിയുള്ള ഒരു രജിസ്ട്രേഷൻ നമ്പറാണ്. Then the goods and service tax network GSTN. GSTIN goods and service tax identification number. That is entirely different from GSTN. Goods and service tax എന്താണ്? Goods and services tax network. നെറ്റ്വർക്ക് പറയുമ്പോൾ എന്താ, is an organization. So GSTN which manages the entire IT system of GST portal. GST പോർട്ടലിന്റെ IT സെഗ്മെന്റ് അല്ലെങ്കിൽ IT സിസ്റ്റം പൂർണ്ണമായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് GSTN. GSTN is an organization which manages the entire IT system of GST portal. GST പോർട്ടലിന്റെ IT സിസ്റ്റം മാനേജ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് GSTN. GST ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്താണ്? അത് രജിസ്ട്രേഷൻ നമ്പർ അണ്ടർ GST ടാക്സ് പേയ്മെന്റിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ നമ്പറാണ്. Then GST portal will be used by the government of India to track every financial transaction and will provide taxpayers with all services from registration to filing taxes and maintaining all tax details. അപ്പം GSTയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും including filing of returns and payment of tax can be done through GST common portal. GST common portal അത് മാനേജ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് GSTN. Then GST ഒരു ടാക്സ് രജിസ്ട്രേഷൻ സെന്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ GSTIN-ഉം GSTN-ഉം വ്യത്യാസമുണ്ട്. GSTN എന്ന് പറഞ്ഞാൽ എന്താ, GST പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ GST കോമൺ പോർട്ടലിന്റെ എൻ്റയർ IT സിസ്റ്റം മാനേജ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. GSTയുമായിട്ട് ബന്ധപ്പെട്ട ഫ്രം രജിസ്ട്രേഷൻ ടു പേയ്മെന്റ് ഓഫ് ടാക്സ് എല്ലാ കാര്യങ്ങളും GST പോർട്ടൽ മുഖാന്തരം നമുക്ക് നിർവഹിക്കാം. ആ പോർട്ടലിന്റെ മാനേജ്മെന്റും ഓപ്പറേഷനും അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് GSTN.